ദൈവത്തിന് മഹത്വം. ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ചുള്ളതായ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ബൈബിളിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ബൈബിളിൻ്റെ വ്യത്യസ്തമായ രീതികളെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ടായി. ബൈബിൾ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്, വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പുസ്തകമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ സംസാരിക്കാനിടയായി, പഠിപ്പിക്കാനിടയായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ളതായ ക്ലാസ്സിൽ നമ്മൾ സാധാരണയുള്ളതായ ചില മുൻവിധികൾ നമുക്കറിയാൻ സാധിക്കും. ബൈബിൾ ഒരു വലിയ ഗ്രന്ഥമായതുകൊണ്ടും ഇതിനെ വ്യാഖ്യാനിക്കുവാൻ സാധാരണ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയുകയില്ല. അതിന് പ്രത്യേക തരത്തിലുള്ള വ്യക്തികളെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അത് പ്രത്യേക ആൾക്കാരിൽ മാത്രം പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് അനേക തരത്തിലുള്ളതായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബൈബിൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ വചനം മനുഷ്യനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യത അതിന്മേൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ദൈവവചനം എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ളതിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശരിയായ അറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ആ ദൈവവചനത്തെ എങ്ങനെ പഠിക്കണമെന്ന് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്രകാരമുള്ളതായ രീതികളിൽ പലതരത്തിലുള്ളതായ രീതിയിൽ നമ്മളത് പഠിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അല്ല, ദൈവവചനം പ്രത്യേക ഒരു ജനവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. എല്ലാ സാധാരണക്കാരനും എല്ലാ ദൈവമക്കളും അത് നല്ല രീതിയിൽ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള ബൈബിൾ ഹെർമനറ്റിക്സിനെ കുറിച്ച് നമ്മൾ ശരിക്കും ബിബ്ലിക്കൽ ഹെർമനറ്റിക്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാവരും ഈ കാര്യത്തിൽ ദൈവവചനം പഠിക്കുവാനുള്ളതായ ഒരു കോൺഫിഡൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു ധൈര്യം അവർക്കുണ്ടാകണം. ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാൻ ഉള്ളതായ ഒരു നിലയിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു വരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ കോഴ്സ് ചെയ്യുമ്പോൾ, ഈ കോഴ്സ് എന്നതിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് അപ്രകാരം എല്ലാ ജനങ്ങളും എല്ലാവരും ദൈവവചനത്തെ ശരിയായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാനും ഒരു കോൺഫിഡൻസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവവചന വ്യാഖ്യാനം എന്നുള്ളതിൻ്റെ ഒരു വാചകത്തിൽ അതിൻ്റെ ഒരു നിർവചനം കൊടുത്തു കഴിഞ്ഞാൽ, ദൈവവചനത്തെ വ്യാഖ്യാനിക്കാനുള്ള തത്വങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബിബ്ലിക്കൽ ഹെർമനറ്റിക്സ് അഥവാ ദൈവവചന വ്യാഖ്യാനം എന്നുള്ളത്. ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള തത്വങ്ങളിലൂടെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാൻ നമ്മൾ പഠിക്കുകയാണ് ഇതിലൂടെ നമ്മളെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ ചില ഡെഫിനിഷൻ്റെ ചില ഭാഗങ്ങളാണ് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ദൈവവചന പഠനം അല്ലെങ്കിൽ ദൈവവചന വ്യാഖ്യാനം എന്നുള്ളത് ഡിസിപ്ലിൻ, ഇതൊരു അച്ചടക്കമാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ദൈവവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ബന്ധങ്ങളും ആ ദൈവമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഘടകമാണല്ലോ ദൈവവചനം. അങ്ങനെയാകുമ്പോൾ ദൈവവചന വ്യാഖ്യാനം എങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ദൈവവചനത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കീഴടക്കുവാൻ അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് കീഴടക്കുവാൻ കഴിയും?
ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രക്രിയയാണ് ഈ ദൈവവചന വ്യാഖ്യാനം. അപ്പോൾ ഒരു ഡിസിപ്ലിനാണ്, ഒരു പ്രക്രിയയാണ്. ക്രമീകൃതമായ രീതിയിൽ നമ്മൾ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ദൈവവചന വ്യാഖ്യാന ശാസ്ത്രം എന്നുള്ളതിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഭാഗം ദൈവവചന വ്യാഖ്യാനം എന്നുള്ളത് ശാസ്ത്രമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ അച്ചടക്കം, ഇറ്റ്സ് എ ഡിസിപ്ലിൻ. രണ്ടാമത്തെ ഇറ്റ്സ് എ സയൻസ്. ഇതൊരു ശാസ്ത്രമാണ്. ഇതൊരു പഠിക്കുവാനുള്ളതായ, അല്ലെങ്കിൽ ദൈവവചനത്തെ നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കുവാനുള്ളതായ ചില പ്രക്രിയകളെ നമ്മൾ തുടരുകയും അതിൻ്റെ ഫലമായി നമ്മൾ ചിട്ടയായ പഠനത്തിലൂടെയും അതിൻ്റെ ഓരോ വാക്കുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നടത്തുന്ന സുസ്ഥിരമായ ഒരു കണ്ടെത്തലാണ് ദൈവവചനത്തിന്റെ വ്യാഖ്യാനം എന്ന് കാണുവാൻ സാധിക്കും. മൂന്നാമത്തേതായിട്ട് ഇറ്റ്സ് ആൻ ആർട്ട്. ഇതൊരു കലയാണ്, അല്ലെങ്കിൽ ദൈവവചനത്തെ പഠിക്കുക എന്നുള്ളത് ഒരു കലയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ അനേക ഭാഗങ്ങൾ ഈ പ്രക്രിയയിൽ, അല്ലെങ്കിൽ ദൈവവചന വ്യാഖ്യാനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനേക ഭാഗങ്ങളെ നമ്മൾ നിർണ്ണയിക്കുവാൻ, അതിൻ്റെ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ നമുക്ക് അതിന് പ്രത്യേക തരത്തിലൊരു വൈദഗ്ധ്യം നമ്മൾ നേടുകയാണ് ഇതിലൂടെ ചെയ്യുവാനിടയാകുന്നത്. അപ്പോൾ ഇതൊരു ആർട്ടാണ്. ഇത് പരിചയത്തിലൂടെ, നമ്മുടെ ആഗ്രഹത്തിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കലയായിട്ട് തന്നെ ഈ ദൈവവചന വ്യാഖ്യാനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ ഒരു അച്ചടക്കമായും ഒരു ശാസ്ത്രമായും ഒരു കലയായും നമ്മൾ കാണുവാനിടയാകും. അപ്പോൾ ദൈവവചനത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ അതിടയാക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കാനുള്ള തത്വങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഹെർമനറ്റിക്സ്, ദൈവവചന വ്യാഖ്യാനം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അടുത്തത് നമ്മൾ ഇതിന്റെ നിർവചനത്തെ കുറിച്ച് പറയുകയുണ്ടായി. അടുത്തത് ഈ ബിബ്ലിക്കൽ ഹെർമനറ്റിക്സിന്റെ ഉദ്ദേശത്തെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം പ്രൈമറിലി, ഏറ്റവും പ്രഥമമായുള്ള കാര്യം, ഇത് ദൈവവചനത്തെ മനസ്സിലാക്കുവാനും അതിനെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ളതായ ഒരു കല നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും, അത് മാത്രമല്ല ഇത് എഴുതിയതിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി, ഇത്രത്തോളം അല്ലെങ്കിൽ അനേക കാലഘട്ടങ്ങൾക്ക് മുന്നമേ എഴുതിയതായ ഈ തത്വങ്ങൾ, അല്ലെങ്കിൽ ഈ വചനങ്ങൾ, അതിന്റെ തത്വം എന്താണെന്ന്, ഈ കാലത്തിലുള്ളതായ അതിന്റെ പ്രായോഗികമായ വശങ്ങൾ എന്താണെന്നതിനെ കുറിച്ചും ആണ് നമ്മൾ ഈ ദൈവവചന വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എന്താണ് ദൈവവചനത്തിലൂടെ മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ ദൈവവചന വ്യാഖ്യാന പഠനത്തിലൂടെ നമുക്ക് കൂടുതലായി സാധിക്കും. കാരണം ദൈവം കാലങ്ങളായി പല എഴുത്തുകാരിലൂടെ അതിൻ്റെതായ ഓരോ സന്ദർഭങ്ങളിൽ ദൈവം അറിയിച്ചതായ ഈ ആലോചനയെ, ആ വചനങ്ങളെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ, ഇന്ന് എങ്ങനെ നമുക്കത് പ്രായോഗികത്തിൽ നമ്മളുമായി എങ്ങനെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അതിന്റെ ഉദ്ദേശം എന്താണെന്നും അത് ആരോടാണ് പറഞ്ഞതെന്നുള്ളതായ അനേക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. ഇവിടെ ദൈവവചന വ്യാഖ്യാനം നമ്മെ പല രീതിയിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ദൈവവചനത്തിലുള്ളതായ ഒരു ശുഭാപ്തി വിശ്വാസം, അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ളതായ ഒരു ഉറപ്പ് നമുക്ക് പ്രാപിക്കുവാൻ ഇത് നമ്മൾക്ക് കഴിയും. അല്ലെങ്കിൽ ദൈവവചന വ്യാഖ്യാനം പഠിക്കുന്നതിലൂടെ
ദൈവവചനത്തെക്കുറിച്ചുള്ള ചില ഉറപ്പ് നമുക്ക് നൽകപ്പെടുവാനിടയാകും, ഏറ്റെടുക്കുവാനിടയാകും. ശരിയായ അർത്ഥങ്ങൾ എടുക്കാതെ തെറ്റായ അർത്ഥങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുവാനിടയാകും. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക ഉപയോഗങ്ങൾ മനുഷ്യൻ സാധാരണമായി ഏറ്റെടുക്കാറുണ്ട്. പൊതുവെ നമ്മൾ കേൾക്കുന്നത് പോലെ യേശു കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്ത അത്ഭുതത്തെ അനേകർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുവാനിടയായി, തെറ്റായി വ്യാഖ്യാനിക്കുവാനിടയായി. യേശു കനാവിലെ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി, അതുകൊണ്ട് നമുക്കും വീഞ്ഞുണ്ടാക്കാം, മദ്യലഹരിയിൽ നമുക്കും ആയിരിക്കാം എന്നൊക്കെ അനേകർ ആ വചനത്തെ എടുത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ പൊതുവെ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. എന്നാൽ ശരിയായൊരു പഠനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, നമ്മൾ യേശു ചെയ്ത അത്ഭുതത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അത് നമ്മെ പഠിപ്പിക്കുന്ന കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പഠനം, ഈ കോഴ്സ്, ദൈവവചന വ്യാഖ്യാനം എന്നുള്ളതായ നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തെ ശരിയായ രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുവാൻ, വ്യാഖ്യാനിക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ് ഈ പഠനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദീർഘനാളുകളായി അനേകരുടെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള പഠനം, ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള ശരിയായ പഠനം അനേകരുടെ ജീവിതത്തെ മാറ്റുവാനും ശരിയായ രീതിയിൽ അവർക്ക് വചനത്തെ മനസ്സിലാക്കുവാനും ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ദൈവവചന വ്യാഖ്യാന പഠനം എന്നുള്ളത് ഇറ്റ്സ് എ പ്രോസസ്. ഒരു നീണ്ട അല്ലെങ്കിൽ ഒരു കോഴ്സ് കൊണ്ട് തീരുന്നല്ല. ഇത് ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുവാനിടയാകുന്നത്. എന്നാൽ ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർഷങ്ങളായി നമ്മൾ ഒരുപക്ഷെ ബൈബിൾ വായിക്കുന്നവരാണ്, പഠിക്കുന്നവരായിരിക്കാം, പഠിപ്പിക്കുന്നവരായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം. എന്നാൽ ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ നമ്മൾ പെർഫെക്റ്റായി, ഈ കോഴ്സ് തീരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആകിയല്ല, ഇത് നമ്മളെ ഒരു പ്രോസസ്സിലേക്ക്, ദൈവവചനത്തിന്റെ ശരിയായ പഠനത്തിന്റെ ഒരു പ്രോസസ്സിലേക്ക്, തുടർമാനമുള്ള ഒരു ക്രിയയിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പഠനത്തിലൂടെ, ശരിയായ പഠനത്തിലൂടെ ദൈവവചനത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുവാൻ നമുക്കിടയാകും. ഓരോ ദൈവവചന ഭാഗങ്ങളിൽ കൊടുക്കപ്പെട്ടിരിക്കുന്ന തത്വങ്ങളെ നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ ഈ ദൈവവചന പഠനത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പഠനം നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രത്യേകം നിറഞ്ഞതാണ്, വളരെ പ്രാധാന്യതയുള്ളതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്തമായ ഭാഗങ്ങളാണ്. അതോട് ചേർന്ന് ഈ ദൈവവചനത്തിന്റെ ഓരോ ഭാഗങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണ്, അതിലെ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെ നമുക്ക് ഇന്ന് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതോട് ചേർന്ന് ഇത് നമ്മൾ പ്രസംഗിക്കുമ്പോഴോ നമ്മളത് പഠിപ്പിക്കുമ്പോഴോ അത് കേൾക്കുന്നവർക്ക് എപ്രകാരം അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ബിബ്ലിക്കൽ ഹെർമനറ്റിക്സിന്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവവചന വ്യാഖ്യാനത്തിന്റെ പ്രക്രിയ എന്താണ്, അതിന്റെ പ്രക്രിയയെക്കുറിച്ചാണ്, അതിന്റെ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവ വ്യാഖ്യാനം എന്ന് പറഞ്ഞ അത് ഒരു ഘടകത്തിൽ നിന്ന് സാധിക്കുന്നതല്ല, അനേക ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുത്തി അത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ്, ശരിയായ രീതിയിൽ പഠിക്കുമ്പോൾ മാത്രമാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ ഒരു ഡിഷ്, ഒരു കറി ഉണ്ടാക്കുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ അനേക കാര്യങ്ങൾ, അനേക കണ്ടന്റ്സ് അതിന്മേലുണ്ട്. അതെല്ലാം ഒരുപോലെ നമ്മൾ
എല്ലാം കൂടി ഒരുപോലെ ചെയ്താൽ നമുക്കൊരു പക്ഷേ അത് ശരിയായ രീതിയിൽ ഉണ്ടാക്കുവാനോ ശരിയായ രുചിയിൽ നമുക്ക് ലഭിക്കുകയോ ചെയ്യില്ല. എന്നാൽ അതിൻ്റെ രീതിയിലൂടെ നമ്മൾ ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും അവസാനം ചെയ്യേണ്ടത് അവസാനവും ഇടയിൽ ചെയ്യേണ്ടത് ഇടയിലും നമ്മൾ ചെയ്ത് അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുവരുമ്പോഴാണല്ലോ ഒരു ശരിയായ ഒരു കറി അല്ലെങ്കിൽ ശരിയായ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നത്. അതാണ് കുക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സ്. കുക്കിംഗ് ഈസ് എ പ്രോസസ്സ്. അതുപോലെ ഈ ദൈവവചന വ്യാഖ്യാനം എന്നുള്ളതും ഒരു അനേക പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ അതിനെ ശരിയായ രീതിയിൽ നമുക്ക് അതിൻ്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കുവാനും ദൈവവചനത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുവാനും കഴിയുന്നത്. പ്രധാനമായ 4 പ്രോസസ്സാണ് ദൈവവചന വ്യാഖ്യാനത്തിലുള്ളത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായ അതുപോലെ സന്ദർഭപരമായ സാംസ്കാരികപരമായ ആ സന്ദർഭത്തെ നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ലിറ്റററി കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് സാഹിത്യ സന്ദർഭത്തെക്കുറിച്ച്. സാഹിത്യം ഏത് സാഹിത്യത്തിൽപ്പെടുന്നതാണ്, ഏത് കാറ്റഗറി ഓഫ് ലിറ്റററി ആണ് അത് നമ്മൾ മനസ്സിലാക്കാനിടയാകണം. മൂന്നാമത്തത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഒബ്സർവേഷൻസ് ആണ് നമുക്ക് മൂന്നാമതായിട്ട് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എഴുത്തുകാരൻ ഉദ്ദേശിച്ച അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ അതിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ശരിയായ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് ഒരു ദൈവവചനത്തെ കൊണ്ടുവരാൻ സാധിക്കും. 3 പ്രധാനപ്പെട്ട ക്രിയകൾ. ഒന്നാമത് അതിൻ്റെ ചരിത്രപരമായും അതുപോലെ സാംസ്കാരികപരമായും ഉള്ളതായ സന്ദർഭം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം അത് ഏത് തരത്തിലുള്ളതായ സാഹിത്യ പശ്ചാത്തലത്തിലാണ് അത് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ എപ്രകാരമാണ് അതിനെ മനസ്സിലാക്കുവാനിടയായി അതിൻ്റെ നിരീക്ഷണങ്ങൾ, അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നിരീക്ഷിക്കുവാനും നമുക്ക് ഏറ്റെടുക്കുവാനും ഇടയായ പ്രക്രിയകളാണ് ഒരു ദൈവവചന വ്യാഖ്യാനത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ ഓരോ പ്രക്രിയയെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് അതിൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങൾ, ചരിത്രവും സാംസ്കാരികപരവുമായ സന്ദർഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യമായിട്ടുള്ളതിനെക്കുറിച്ച് ഒരു ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും ഓരോ സന്ദർഭങ്ങളിൽ ചരിത്രത്തിൻ്റെ ഓരോ സന്ദർഭങ്ങൾ എഴുതപ്പെട്ടതാണ്. ഏകദേശം 4000 വർഷത്തിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ദൈവവചനത്തിൻ്റെ ഓരോ പുസ്തകങ്ങളും ഓരോ ഭാഗങ്ങളും ഓരോ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ദൈവവചന പഠനത്തിൽ ഏറ്റവും മുഖ്യത്വമുള്ളതാണ്. ഏത് ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടു, ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു, ആരാണ് അതിൻ്റെ എഴുത്തുകാരൻ, ആർക്കു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്, ആരെ ഉദ്ദേശിച്ചാണ് എഴുതപ്പെടുവാനിടയായത്, അവിടെയുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയാണോ, ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ, ഒരു രാജ്യത്തിനു വേണ്ടിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനിടയാണ്. എന്നാണ് എഴുതപ്പെട്ടത്, ഏത് ചരിത്രത്തിൻ്റെ ഏത് ഭാഗത്താണ്, ഏത് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ട ടൈം, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട തീം ഓഫ് ദ ബുക്ക്, അങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ നമ്മൾ ഒരു ബൈബിളിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുവാനും മനസ്സിലാക്കാനിടയാണ്. കാരണം എല്ലാ ദൈവവചന ഭാഗങ്ങൾക്കും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. നമ്മൾ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും
ആ ആ ചരിത്ര പശ്ചാത്തലങ്ങളിൽ വിട്ടിട്ട് നമ്മൾ ആ വചനത്തെ എടുത്ത് പൂർണ്ണതയിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന് ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ, നമ്മുടെ സ്നേഹിതന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടിയോ, നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടിയോ ഒരു ലെറ്റർ എഴുതപ്പെട്ടാൽ, ആരെങ്കിലും ഒരു ലെറ്റർ നമ്മുടെ സ്നേഹിതന് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ, മറ്റു വിദൂരത്തു നിന്നോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നോ താൻ പഠിക്കുന്ന കോളേജിലേക്ക് തൻ്റെ പിതാവ് ഒരു ലെറ്റർ എഴുതുകയാണ്, അല്ലെങ്കിൽ മാതാവ് ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ആ ലെറ്റർ നമ്മുടെ കരത്തിൽ വന്നാൽ, നമ്മുടെ സ്നേഹിതന് വേണ്ടി അയച്ച കത്ത് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ അതിനകത്ത് ഓപ്പൺ ചെയ്ത് അതിനെ വായിക്കുവാൻ തുടങ്ങിയാൽ, ഒരുപക്ഷേ താൻ നമ്മുടെ സ്നേഹിതനാണെങ്കിൽ പോലും അതിലുള്ള മിക്ക കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം അതെഴുതപ്പെട്ടത് തൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളിലെ, അവരുടെ വീടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് എഴുതപ്പെട്ട ഒരു എഴുത്താണ്. ഒരു കത്തെഴുതപ്പെട്ടെങ്കിൽ ആ വീടിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് എഴുതിയതാണ്. അത് ഇദ്ദേഹത്തിന് വേണ്ടി, നമ്മുടെ കൂട്ടുകാരന് വേണ്ടി എഴുതുന്നതാണ്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ മിക്കതും നമുക്ക് മനസ്സിലാക്കാൻ, കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരന്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ വീടിന്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പൂർണ്ണമായി നമുക്കറിയില്ല. ഒരുപക്ഷെ ചില ഭാഗങ്ങൾ മാത്രമായിരിക്കും കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്, ചില കാര്യങ്ങൾ മാത്രമേ ആയിരിക്കാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ തനിക്ക് ആ കത്ത് ലഭിക്കേണ്ട, നമ്മുടെ കൂട്ടുകാരന് തൻ്റെ പിതാവ് അയച്ച കത്ത് തൻ്റെ കരങ്ങളിൽ കിട്ടിയാൽ തനിക്കത് വളരെ പെട്ടെന്ന് തന്നെ അതിലെ ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും അതിൻ്റെതായ പൂർണ്ണതയിൽ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? തനിക്കറിയാം തൻ്റെ പിതാവ് എഴുതിയ ഓരോ കത്തിൻ്റെയും ഓരോ ലൈനുകളുടെയും അതിൻ്റെ പിന്നിലുള്ളതായ കാര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളെ കുറിച്ച് എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഓരോ പേരുകൾ, അതിലെഴുതപ്പെട്ട ഓരോ പേരുകൾ, ഒരുപക്ഷെ അവരുടെ റിലേഷൻ ആയിരിക്കാം, നെയ്ബർ ആയിരിക്കാം, ഒരുപക്ഷെ അവരുടെ ചർച്ചിലെ മെമ്പർ ആയിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകളെ കുറിച്ച് നമുക്കറിയില്ല, അവരാരാണ്, എന്താണ്, ഈ സാഹചര്യങ്ങളാണ്. എന്നാൽ ഇദ്ദേഹത്തിന് തന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം തനിക്ക് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, അവരുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ തനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമ്മുടെ കൂട്ടുകാരൻ നമുക്കൊരു വ്യാഖ്യാനം തരാതെ നമുക്കതിലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് ദൈവവചനത്തിൽ ചരിത്രത്തിൻ്റെയും അല്ലെങ്കിൽ സാംസ്കാരികതയുടെയും അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഇതിൻ്റെ ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചാണ്. അതോട് ചേർന്ന് നമ്മൾ അതിൻ്റെ പ്രക്രിയ, ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ പ്രക്രിയകളെക്കുറിച്ച്, ദ പ്രോസസ് ഓഫ് ഹെർമെനൂട്ടിക്സിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനിടയായത്. അതിനുള്ളിൽ ചരിത്രപരമായ സാംസ്കാരികപരമായ സന്ദർഭത്തെ നമുക്ക് മനസ്സിലാക്കാനിടയാകണം. ഓരോ ബുക്കുകളും, ബൈബിളിലുള്ളതായ ഓരോ പുസ്തകങ്ങളും ഓരോ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ചില പ്രത്യേക സന്ദർഭങ്ങൾ രചിക്കപ്പെട്ടതായതുകൊണ്ട് ആ സന്ദർഭങ്ങളും കാലഘട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കുവാനിടയാണ്. ശരിയായ പഠനം നമുക്ക് ആവശ്യമെങ്കിൽ, ശരിയായ രീതിയിൽ ദൈവവചനത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ളതായ ജനറലായുള്ളതായ കുറേ അറിവുകൾ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രക്രിയകളെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.